തോട്ടത്തിൽ നീയും പോരുന്നു, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സുവർണ്ണ ഗീതങ്ങളുടെ തുടക്കം. ഞാനും അഖിലയായിട്ടുള്ള ബന്ധം തുടങ്ങുന്നതിൻ്റെ സുവർണ്ണ ഗീതങ്ങളിലൂടെയാണ്. ഇന്ന് ആശ്വാസ് ലൈഫ് കെയർ പ്രസൻസ് സുവർണ്ണ ഗീതങ്ങളോടൊപ്പം ഈ ഓണം. മെയിൻലി ആ സുവർണ്ണ ഗീതങ്ങൾ ഞാൻ ആ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഐഡിയ തന്നെ നല്ലൊരു പാട്ടുകാരി ആയിരിക്കണം, പിന്നെ സുന്ദരിയായിരിക്കണം, അനങ്ങുകയില്ല, പാട്ട് പാടുമ്പോൾ ഇളക്കമൊന്നും അങ്ങനെ മാറേണ്ടി കാലത്തിനൊത്ത് മാറിയേ പറ്റും. ഇപ്പോൾ ഉള്ള കുറേ പുതിയ സംഗീത സംവിധായകര് എന്തുകൊണ്ട് അതുപോലത്തെ ഒരു എന്താ പറയുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാട്ടുകൾ വളരെ അപൂർവമായിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ കാലത്തുള്ള ഒരു AI എന്ന് പറയുന്നത് ദാസാറായിരുന്നു അല്ലേ, ശരിക്കും പെർഫെക്ഷനിൽ പാടി വയ്ക്കും, ചിത്രമൊക്കെ. പക്ഷെ ഒരു ഫ്ലോ അവരുടെ ഒന്നും ഇതിൽ കാണില്ലല്ലോ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ഏതൊരു ഫോട്ടോ ഇപ്പൊ പോസ്റ്റ് ചെയ്തപ്പോ എന്ന് റീഷെയർ ചെയ്തപ്പോ AI ആണോ എന്ന് ചോദിച്ചല്ലേ. മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா, ഉരുകിയതേ எனதுள்ளம், പെരുകിയതേ വിഴിവെള്ളം, വിണ്ണോടും നീதான் മണ്ണോടും നീதான் കണ്ണോടും നീதான் വാ. അപ്പം ഒരു മനോഹര ഓണമാണ് വരുന്നത്. നമ്മൾ പണ്ട് ഓണം പ്രോഗ്രാംസ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട് അല്ലേ, സൂര്യ TV ഇരിക്കുമ്പോൾ സുവർണ്ണ ഗീതങ്ങൾ തീർച്ചയായിട്ടും വളരെ വളരെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞങ്ങളുടെ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിബഡി ക്രൂവിലുള്ള എല്ലാവരും എന്താ പറയുക ഈക്വലി എല്ലാവരും അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ ഇൻപുട്സ് ഇട്ടിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മാത്രമല്ല നമ്മുടെ ഞാൻ എപ്പോഴും കാത്തിരിക്കുന്ന എപ്പോഴും അറിയാം, ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ ഇട്ടിട്ട് അഖില പാടുന്ന പാട്ടുണ്ട് ലാസ്റ്റില്, അത് നമ്മൾ പിക്ചറൈസ് ചെയ്യുന്ന രീതി. അതെ, എനിക്ക് ഭയങ്കര ത്രില്ലും അതുപോലെ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് അത് ശ്രദ്ധിച്ചു. മെയിൻ ആയിട്ടും അഖില സാരി ഉടുത്തുകൊണ്ടല്ലേ ആ പ്രോഗ്രാം ചെയ്യുന്നത്. അതാണ് സ്ത്രീകൾ പലരും അതാണ് ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെ സാരി ഒക്കെ വിരിച്ചിട്ട്. അത് മെയിൻ ചേച്ചിയുടെ ഒരു ലതിക ചേച്ചിയുടെ ഒരു എന്താ പറയാ, അതില് സാരിയൊക്കെ വന്ന് പിടിച്ച് എനിക്കത് അതെന്താ അറിയാമോ അഖില, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന് മെയിൻലി ആ സുവർണ്ണ ഗീതങ്ങൾ ഞാൻ ആ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഐഡിയ തന്നെ നല്ലൊരു പാട്ടുകാരി ആയിരിക്കണം, പിന്നെ സുന്ദരിയായിരിക്കണം, രണ്ടാണ് അതിൽ. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്ന് എനിക്ക് കിട്ടിയപ്പോ ഞാനൊരു ബോണസ് അടിച്ചു. ചേച്ചിക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ, നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഞാൻ ചേച്ചിയെ കാണാൻ പോകുമ്പോ, അതായത് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് നമ്മള് ഫോണിലൂടെ സംസാരിച്ച് നേരിട്ട് പരിചയപ്പെടാനായിട്ട് നേരിട്ട് കാണാൻ വേണ്ടി ഞാനും ശ്യാമുണ്ട്, ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് എന്തിനാ എന്നെ ഇങ്ങനെ ഒരു ആങ്കറിന്റെ ആവശ്യമില്ലല്ലോ, ചേച്ചിക്ക് തന്നെ ബെസ്റ്റ്. ചേച്ചി ഡയറക്ഷനും ആങ്കറൊക്കെ ചെയ്യാം, പക്ഷെ പാട്ട് എന്ത് ചെയ്യും, പാട്ടിനൊരു മനോഹരം അത് വലിയൊരു ഇതാണ്. കാരണം അഖില അതിന് മുമ്പേയും സിനിമയിൽ പാടി അങ്ങനെ നന്നായിട്ട് ഒരു പേര് വന്ന ഇതുവാണല്ലോ. യു സ്റ്റാർട്ടഡ് യുവർ കരിയർ, അങ്ങനെയല്ലേ? അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാട്ടുകാരി ആവണം എന്നുള്ളത് എപ്പോഴാണ് ആ തീരുമാനം ഉണ്ടായത് ലൈഫിൽ? പാട്ടുകാരി ആവണം എന്ന് ചെറുപ്പം തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അതായത് അച്ഛൻ്റെ അമ്മയുടെയും താല്പര്യത്തിനനുസരിച്ച് കുട്ടി പാടുന്നുണ്ട്, ചെറിയൊരു വാസന ഉണ്ടെന്ന് കണ്ടെത്തിയത് അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ അവർ പഠിപ്പിക്കാനായിട്ട് വിട്ടു. അപ്പോൾ അത് എന്തായാലും ലൈഫ് ലോങ് മ്യൂസിക് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു, ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രൊഫഷൻ ആക്കി എടുക്കണം അത് ചിന്തിച്ചിട്ടില്ല. അതെനിക്ക് സിനിമയിൽ പാടാൻ ഒരു അവസരം കിട്ടിയപ്പോഴാണ്, ഫസ്റ്റ് ഫിലിം സോങ് പാടിയപ്പോഴാണ് പിന്നെ ട്രാക്ക് മാറുന്നു. അതായത് അതുവരെ അവതാരക മാത്രമായിരുന്നു, പിന്നെ കുറെ ഡബിങ് ആർട്ടിസ്റ്റും ആയിരുന്നു ഞാനന്ന്. അപ്പൊ അവതാരകയായിട്ടാണ് കൂടുതൽ പേരും എന്നെ കണ്ടിട്ടുള്ളത്, ചാനലിലൂടെയും TV ഷോസ് ആണെങ്കിലും ലൈവ് ഷോസ് ആണെങ്കിലും. അപ്പൊ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും പരിപാടികൾക്കുള്ള പാട്ട് പ്രോഗ്രാംസിനുള്ള എൻക്വയറീസ് വരുന്നുണ്ട്, റെക്കോർഡിങ്സ് വരുന്നുണ്ട്. അപ്പോൾ
എനിക്ക് തോന്നി ഇത് തന്നെയാണ് ഞാൻ, പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ സിനിമയിൽ ആദ്യം പാടിയപ്പോഴേ അത് എന്താ, അതായത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ആദ്യം പോയി പാടുകയാണ്, പേടിയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ആണല്ലേ? അപ്പൊ എല്ലാരും പറയും അങ്ങനെ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു. സിനിമയിൽ പാടാൻ ചെല്ലുന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയ പരിചയങ്ങളുടെ പുറത്ത് പാടുന്ന 1-2 ഡിവോഷണൽ സോങ്സ്, പിന്നെ എൻ്റെ പഠിപ്പിച്ച ടീച്ചറുടെ മ്യൂസിക്കിൽ കുറച്ച് കവിതകൾ, കാവാലം നാരായണപ്പണിക്കർ സാറുടെ കവിത, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് റെക്കോർഡിങ് ആ ഒരു എക്സ്പീരിയൻസേ ഉണ്ടായിരുന്നുള്ളൂ. ട്രാക്ക് പാടിയുള്ള പരിചയമൊന്നും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും പാടിയ പാട്ട് പിന്നെ അയ്യോ മറക്കാൻ പറ്റില്ല, സിനിമയിൽ പാടിയ പാട്ട്, സിനിമയിൽ പാടിയത് കേൾക്കാൻ തോന്നുന്നു. അതെനിക്ക് ആ പാട്ടാണ് ഇപ്പോഴും എനിക്ക് ഈ ഒരു സീറ്റിലിരിക്കാനുള്ള ഒരു മെയിൻ. കാരണം സ്റ്റാർട്ടിങ് അതല്ലേ. അതെ, 2006 ഇപ്പൊ 20 വർഷങ്ങളായി പാട്ട് റിലീസായിട്ട്. ജയരാജ് സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡയറക്ടർ അശ്വാരൂഢൻ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജാസി ഗിഫ്റ്റ് ആണ്. ജാസ്റ്റിന്റെ കൂടെയാണ്, ഡ്യുവറ്റ് സോങ് ആയിരുന്നു അത്. ഇപ്പോഴും എനിക്ക് പല വേദികളിലും ഇപ്പോഴും എനിക്ക് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അഴകാലില പാടിയ അഖില എന്നുള്ള ആ ഒരു പാട്ട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ പേരിൽ ഇങ്ങനെ സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. അഴകാലില മഞ്ഞച്ചരടിലെ പൂത്താലി, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി, കുന്നിമണിക്കൊലുസണിഞ്ഞ് വയൽ കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂ മഴ. ബ്യൂട്ടിഫുൾ. അന്ന് ഇപ്പം ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അഖില ഞാൻ ഈ കാലം മുമ്പ് കണ്ടത് അതുപോലെ ഇരിക്കുകയാണ് ഇപ്പോഴും. പാട്ട് കുറേ കൂടെ വളരെ എന്താ പറയുക, നല്ല 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 ഇതില്ലേ, കാരണം പാടി 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 ആ ഒരു എന്താ ഒരു പക്വത വന്ന് തീർച്ചയായിട്ടും അതുണ്ട്. തീർച്ചയായിട്ടും അതുണ്ട്. എക്സ്പീരിയൻസ് എവിടെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി വന്നിട്ട് അത് അഖിലയുടെ ഇതിൽ കാണാനുണ്ട്. പക്ഷെ യാതൊരു എൻ്റെ ഒരു കോമ്പയർ ആയിട്ട് വന്ന കുട്ടി, ആ കുട്ടി തന്നെയാണ് എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴും ഇരിക്കുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ഇറ്റ്സ് എ ബ്ലെസ്സിങ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. ഭയങ്കര സന്തോഷം അങ്ങനെ പറയണ കേൾക്കുമ്പോഴല്ലേ. വെറുതെ പറയല്ലേ, നമ്മളിപ്പോ കാണുന്നത് ഇടയ്ക്ക് എവിടെയൊക്കെയോ വെച്ച് കണ്ടു എന്നല്ലാണ്ട്. അതെ, അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിപ്പം ഈ പാട്ടിന്റെ ഇതിലോട്ട് വന്നു. ആദ്യ ഗുരു ആരാണ് ശരിക്കും പഠിപ്പിച്ചത്? തുടങ്ങിയത് 5 വയസ്സിൽ പഠിച്ചു തുടങ്ങി കർണാട്ടിക് മ്യൂസിക്. സരസ്വതി അമ്മാൾ എന്നാണ് ടീച്ചറുടെ പേര്. ടീച്ചർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പിന്നീട് ടീച്ചറുടെ മകൾ ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി, ഭാഗ്യ ടീച്ചറുടെ അടുത്ത് പഠിച്ചു. അങ്ങനെ ഇന്ന് വലിയൊരു പാട്ടുകാരിയായി. അപ്പൊ അങ്ങനെ ഈ സ്റ്റേജ് പെർഫോമൻസ് വന്നല്ലോ. ഇപ്പൊ പാട്ടുകൾ നമ്മൾ കുറെ സിനിമയിൽ പാടുമ്പോഴാണ് സ്റ്റേജ് പെർഫോമൻസിലേക്ക് വരിക. ഈ സ്റ്റേജ് പെർഫോമൻസിന് പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പ് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. റെക്കോർഡിങ് വേറൊരു അനുഭവമാണ്, സ്റ്റേജ് ലൈവ് ഷോസ് വേറൊരു അനുഭവമാണ്. രണ്ടും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. റെക്കോർഡിങ്ങിൽ നമുക്ക് എത്ര വേണോ കറക്റ്റ് ചെയ്ത്, പണ്ടത്തെ പോലെ അല്ലല്ലോ. റെക്കോർഡിങ്ങിൽ എത്ര പഞ്ച് ചെയ്ത് പാടാം, റിപ്പീറ്റ് റീടേക്ക്. പണ്ടൊക്കെ പറയും ഒറ്റ ടേക്കിലാണ് പാടുന്നത്, ടേക്കില് ഫുൾ സോങ് ഒരു തെറ്റ് വന്നാൽ പിന്നെ ആദ്യമേ തുടങ്ങണം. അത് നമ്മൾ മാത്രമല്ല, ഓർക്കസ്ട്രയും എല്ലാവരും കൂടെ ലൈവ് വായിക്കല്ലേ. അതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ? എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഉണ്ട്, ആകാശവാണിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പഞ്ച് ചെയ്യുന്ന സിസ്റ്റം വന്നിട്ടില്ല, ലൈവ് തന്നെയാണ് അവിടെ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത്. ഈ ലൈവ് ഷോസ് എന്ന് പറഞ്ഞാൽ നമ്മള് അത്രയും കോൺഫിഡൻസ് ആയിട്ട് തന്നെ പാടണമല്ലോ. കാരണം റീടേക്ക് ഇല്ലല്ലോ, പാടുക എന്നുള്ളതാണ്. ഓഡിയൻസിന്റെ പ്രതികരണം അപ്പൊ തന്നെ കിട്ടും. എനിക്കിഷ്ടമാണ്, രണ്ടും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസവുമായി ആശ്വാസ്. ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. ഇംഗ്ലീഷ് മരുന്നുകൾ 15 മുതൽ 65% വരെ വിലക്കുറവിൽ. ഗുണനിലവാരമുള്ള മരുന്നുകൾ ഫാർമസിസ്റ്റുകളുടെ കരങ്ങളിലൂടെ. ഇന്ത്യയിൽ ആദ്യമായി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകളാൽ രൂപീകൃതമായ സംരംഭം ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. The fastest growing chain pharmacy in India. Quality medicines through qualified hands. കാരണം ഞാൻ അഖിലയുടെ പാട്ട് ഇങ്ങനത്തെ സിനിമയിലുള്ളത് കേട്ടിട്ടുണ്ട്, സ്റ്റേജ് പെർഫോമൻസും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് നിന്ന് അഖില പാടുന്നത്.
പിന്നെ വേറൊന്ന് അനങ്ങുകയില്ല, പാട്ട് പാടുമ്പോൾ ഒരു ഇളക്കമൊന്നും അങ്ങനെ മാറി മാറേണ്ടി കാലത്തിനൊത്ത് മാറിയേ പറ്റൂ. പക്ഷെ അന്നൊക്കെ ഞാൻ ഈ റീസെന്റ് അല്ല, ഞാൻ മുമ്പ് എപ്പോഴും വന്നപ്പോഴും കണ്ടു കുറച്ചൊരു ഇതൊന്നല്ലാതെ ഈ വലിയ ഇതുണ്ടായിട്ടല്ല. അഖിലയുടെ ആ ഒരു എന്താ പറയാ, ആ പെരുമാറ്റത്തിലുള്ള ഒരു മിതത്വം അത് ആ ഇതിലുണ്ട്. പക്ഷെ പാട്ട് അപാര റേഞ്ചിലോട്ട് മാറും. നമുക്ക് ഒരു ബേസിക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റാൻ പറ്റില്ല. ഇപ്പം മലയാളം പാടി എന്നിട്ട് വേറെ ഭാഷകളിലേക്ക് പോയോ പാടാനായിട്ട്? ഞാൻ ഒരു കന്നഡ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ തമിഴില് 1-2 പാട്ടുകൾ പാടി. പക്ഷെ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും ആയിരുന്നില്ല. പാടിയിട്ടുണ്ട്. മലയാളികൾ അതിന്റെ മേഖലയിൽ ഉണ്ടായിരുന്ന കുറച്ച് മലയാളികളുടെ കെയർ ഓഫിലൊക്കെ പാടി. ഞാൻ പാടിയ കന്നഡ മ്യൂസിക് ഡയറക്ടർ ഇഷാൻ ദേവ് ആണ്, ഫ്രണ്ടാണ്. തമിഴ് പാടി. അങ്ങനെ ഭാഷ അറിയാതെ പാടുമ്പോ അതിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞു തരും, ഇതാണ് അതെ അതെ, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളതും എങ്ങനെയാണത് അതിന്റെ അർത്ഥം എന്താന്നുള്ളതൊക്കെ പറഞ്ഞു തരും. ഒരു കന്നഡ കേട്ടാ അയ്യോ തെറ്റിപ്പോ കന്നഡ പക്ഷേ ഇത് കയ്യിൽ വേണം അല്ലേ, കാരണം നമ്മൾ പറയുന്നത്. തമിഴാണെങ്കിലോ? തമിഴും വേണ്ട. പഴയ ഏതെങ്കിലും പാട്ട് പാടാം. ശരി, മതി. അഖില പാടിയത് വേണമെന്നില്ല, തമിഴ്. ഓക്കെ. മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா, ഉരുകിയതേ எனதுள்ளம், பெருகியதே விழி வெள்ளம், விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் വാ മലർകളെ. വെരി ഗുഡ്. ഞാനിങ്ങനെ ഇന്ന് പാട്ട് കേൾക്കുമ്പോഴേ നമ്മൾ ആ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണല്ലോ സുവർണ്ണ ഗീതങ്ങളുടെ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ പെട്ടെന്ന് ആ കാലത്ത് പോയ ഒരു ഫീല്, നമ്മുടെ ആ സെറ്റ് ഉണ്ടാക്കലും ബഹളവും അഖില അഭിനയിക്കുന്നതാണ്. നമ്മൾ എത്ര എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, എത്ര ചെയ്തു, കുറേ ചെയ്തു. അത് നമ്മൾ എന്താ പറയാ, എനിക്ക് ഇന്നും ആ ഒരു ഇതിൽ പിന്നെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് കിട്ടിയത് പാട്ടുകാരിയായിട്ട് മാത്രമല്ല, എനിക്ക് അതിന് അഭിനയിക്കുക വേണമല്ലോ. അപ്പൊ 2 എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായത്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഓറിയന്റേഷൻ കൂടെ ഉള്ള ആളായിരിക്കണം എന്നുണ്ടായിരുന്നു. പാട്ട് പാടുക മാത്രമല്ല, ആ ഒരു എക്സ്പ്രഷനൊക്കെ പ്രസന്റ് ചെയ്യാൻ, പാട്ടുപാടി പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. നമ്മൾ ആ പ്രോഗ്രാമിൽ ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിനെയും പാട്ടുകാരെയും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയൊരു ഇതായിരുന്നു. എല്ലാവരും വന്നു പോകുമ്പോഴും വന്നിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷിച്ചതിരിച്ചു പോകും. സന്തോഷിച്ചാണ് പോണത്. അയ്യോ, നിങ്ങൾ ഇത്രയും പരിമിതിക്കുള്ളിൽ നിന്ന് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ഓൺ ടു ദ സ്ക്രീൻ ഇറ്റ് ഗീവ്സ് വേറൊരു ലെവലിലോട്ടാണ്. ശരിക്കും ഒരു സുവർണ്ണ കാലം തന്നെയായിരുന്നു അത്, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരിടെ ഇപ്പൊ ഇത്രയും ഞാൻ വിട്ടു നിന്നതാണ്. അപ്പൊ വിട്ടുനിന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ നല്ല ഇതിൻ്റെ എന്താ പറയുക, എൻ്റെ TV പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരുന്ന സമയത്തുള്ള ഗോൾഡൻ മൊമെന്റ്സ് ഇതൊക്കെയാണ്. കാരണം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്താൽ മാത്രമേ വ്യൂവേഴ്സ് എൻജോയ് ചെയ്യുള്ളൂ. എടുക്കുന്ന ആൾക്കാർ എൻജോയ് ചെയ്യുമ്പോൾ നാച്ചുറലി അവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും വന്ന് ചോദിക്കുമായിരുന്നു, എന്ത് നല്ല പ്രോഗ്രാമാണ്, നല്ല നിങ്ങളുടെ ആ ടീം വർക്ക് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമായിരുന്നു. അങ്ങനത്തെ പ്രോഗ്രാംസ് ഇല്ല. ഞാൻ നമ്മളെ ആ പ്രോഗ്രാം പ്രസന്റ് ചെയ്ത അതന്ന് ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത സമയം തൊട്ടേ ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് അങ്ങനത്തെ ഒരു പരിപാടി പിന്നെ ഇല്ല, കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ല. വരാവുന്നതാണ് കേട്ടോ. ഞാൻ അഖിലേക്ക് അതേപോലെ ഉണ്ട്. അഖിലേക്ക് വേണ്ടി വീണ്ടും അത് ഒരുക്കിയാലോന്ന് ആലോചിക്കുന്നത്. എനിക്ക് വീണ്ടും ഒരു സുവർണ്ണകാലം അതങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പാട്ട് നമ്മളിപ്പോ കൊച്ചുനാളിൽ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വലുതാവുമ്പോഴത്തേക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അതോ എപ്പോഴെങ്കിലും ഒരു സ്റ്റേജിൽ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ലൈഫ് ലോങ് പഠിക്കണം. കാരണം അതൊക്കെ നമ്മള് കണ്ടുപഠിക്കേണ്ട ദാസാറിന്റെ അടുത്ത്. ഈ അടുത്ത് ദാസാറിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടി. ഡാലസിൽ പോയപ്പോൾ സാറിന്റെ വീട്ടിൽ പോയി 2-3 മണിക്കൂറോളം അദ്ദേഹത്തിന് അടുത്തിരുന്ന് സംസാരിക്കാനും ഒക്കെ. അപ്പം ടേബിളില് ഒരു ടീപ്പോയില് ഇപ്പോഴും പാട്ട് ബുക്കുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറയും. രാവിലെ എണീറ്റ് പണ്ടും അതെ, ഇത്രയും വലിയ ഗായകനായിട്ടിരിക്കുമ്പോൾ പോലും അതൊക്കെ നിങ്ങൾക്കൊരു പാഠം തന്നെയാണ്. കാരണം ഇത്രയും വലിയ ഗായകനായിരിക്കുമ്പോൾ എന്നും അതിനെ പോളിഷ് ചെയ്ത് റെഡിയാക്കി, എന്നിട്ട് ഈ ഏജിൽ പോലും അത് പാടുമ്പോൾ അതിൻ്റെ ആ
ഫുൾ ഇതിലല്ലെങ്കിൽ ആ കേൾക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഇനി എങ്ങനെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അയ്യോ ഇവരെയൊക്കെ കാലം കഴിഞ്ഞ പിന്നെ എങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ ഒരുപാട് പേരെ ലൂസ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എന്താ പറയുക, ജാനകി അമ്മ പോയി, SPB പോയി, അതൊരു വലിയ മങ്കേഷ്കർ, ആശാ ഭോൺസ്ലെ ഒക്കെ. അപ്പം ഹിന്ദി, അപ്പം എങ്ങനെ അഖില ഹിന്ദിയൊക്കെ പാടാറുണ്ടോ സ്റ്റേജിൽ? ഹിന്ദി എനിക്ക് തോന്നുന്നു ഹിന്ദി കുറവാണ് അല്ലെ? കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ചും ഞാൻ ട്രിവാൻഡ്രം ആയതുകൊണ്ട് എനിക്ക് കൂടുതലും സൗത്ത് സൈഡിലോട്ടാണ് കൂടുതൽ പ്രോഗ്രാംസ്. അതില് തമിഴും മലയാളവും ഒക്കെയാ കൂടുതൽ വരുന്നത്. അപ്പൊ പുറ രാജ്യങ്ങളിൽ പോകാറില്ലേ? ഹിന്ദി പാടും, ഹിന്ദി പാടില്ല എന്നല്ല, എന്നാലും എനിക്ക് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. തമിഴും മലയാളമാണ് എനിക്ക് കംഫർട്ടബിൾ. ഹിന്ദി പാടും. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് ഇപ്പൊ പാട്ട് പാടുന്നു ഇതുകൊണ്ട് ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു മനസ്സിനകത്ത് നമുക്കൊരു ഐഡൽ ഒരാൾ കാണും അല്ലേ? 1 or 2 പേര് കാണും. ആരായിരിക്കും ആ ഒരു? അങ്ങനെ ചോദിച്ചാ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ചിത്ര ചേച്ചി. കാരണം കുട്ടിക്കാലം തൊട്ട് ഞാൻ 80s പാട്ടുകൾ തൊട്ട് കേൾക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. പഠിച്ചു തുടങ്ങിയ സമയത്ത് തൊട്ട് ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളും പാടാനും കേൾക്കാനും അത്തരം മെലഡീസ് പാടാനൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കേട്ടിട്ടുള്ള പാട്ടുകൾ ചിത്ര ചേച്ചിയുടെയും പഠിക്കാനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന പാട്ടുകളും ചിത്ര ചേച്ചിയുടെ ആയിരുന്നു. അപ്പം ആ ഒരു നമുക്ക് എന്തായാലും ഒരു അങ്ങനെ ഒരുപാട് കേൾക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു കുറേ നമ്മളെ ഇൻസ്പയർ ചെയ്യും. അത് ഒത്തിരി എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സുജാ ചേച്ചി ഒബ്വിയസ്ലി പാട്ടുകൾ രണ്ട് ഇതാണ്. ചിത്രയുടെ ഒരു പെർഫെക്ഷനിലോട്ട് പോകുമ്പോൾ കുറെ വളരെ സെൻഷ്യസ് ആയിട്ടാണ് അല്ലേ സുജാതയുടെ പാട്ട്. വോയിസിന്റെ ഒരു ക്ലാരിറ്റിയും സംഗതികൾ പാടുമ്പോൾ ഭയങ്കര ക്ലിയർ ആണ്. നമുക്ക് പഠിക്കാൻ ഭയങ്കര ക്ലിയർ ആയിട്ട് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കാം. എനിക്ക് അങ്ങനെ തോന്നുന്നു. എല്ലാവർക്കും കാണുമല്ലോ. ദാസാർ തന്നെ പറയാറുണ്ടല്ലോ, എന്റെ മാനസ ഗുരു എന്ന് പറയുന്നത് മുഹമ്മദ് റഫിയാണ്. കാരണം ആ ഒരു ഓരോ വാക്കിന്റെയും ഭംഗി പഠിച്ചത് ഞാൻ അവിടെ നിന്നാണെന്ന് പറയാറുണ്ട്. എന്ന മാതിരി എല്ലാവർക്കും ഒരു ഐഡൽ കാണും. പക്ഷേ കുട്ടിക്കാലത്തോട്ട് പഠിച്ചിട്ടുള്ളത് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ. പക്ഷെ എന്നാലും അഖിലയുടെ പാട്ടിൽ ഒരിക്കലും ഞാൻ ആ ഒരു ഇത് അല്ല കണ്ടിട്ടുള്ളത്. അഖിലയുടേതായിട്ട് തന്നെ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് വെദർ ഐ ഹാവ് നോട്ടീസ്ഡ് ഓർ നോട്ട് ഐ ഡോണ്ട് നോ. പക്ഷേ ഉണ്ട്, മനഃപൂർവ്വമായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ യു ഹാവ് ഗോട്ട് യുവർ ഓൺ സ്റ്റൈൽ. അവരുടെ പാട്ട് പാടുമ്പോൾ പോലും യു ആർ ബ്രിങ്ങിങ് ഇൻ യുവർ സ്റ്റൈൽ. അത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാണോ അതോ ഞാൻ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് തന്നെയാണ് അല്ലേ? അല്ല ഇതുപോലെ ആവരുത്. അങ്ങനെ അവരെ തന്നെ കോപ്പി പറ്റൂല, അത് ശരിയാവില്ല, അത് ആർക്കും പറ്റില്ല. അതെ, ഇമിറ്റേറ്റ് ചെയ്യുന്ന, ഇപ്പൊ ദാസാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പാടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊന്നും ദാസാറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ ഒരു ഓട്ടോമാറ്റിക് ഒരു കമ്പാരിസൺ വരും. മറ്റേത് അങ്ങനെയല്ല. പറ്റില്ല. ആ പാട്ട് പാടി അതൊരു നല്ല ലെവലിൽ വന്നു. ഈ അഖില അത് പാടുമ്പോൾ വേറൊരു ഇത് ലെവലിൽ അതുപോലെ വരും അല്ലേ? രീതിയിൽ വരും. അതെ, നിങ്ങൾ ആ ഇത് എന്താ പറയുക, പാടുമ്പം നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്. ചിത്ര പാടുമ്പോൾ എങ്ങനെയാണോ ആ ഇത് ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക്. ഇങ്ങനെ പാട്ടിനപ്പുറത്തൊരു സംഭവം ഉണ്ടല്ലോ. പാട്ട് ഒരാൾ പാടും, പക്ഷെ ആ പാട്ടിലെ ഒരു ദൈവികത്വം വന്നിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ഫീലാണ് നമുക്കുണ്ടാവുക. അപ്പോൾ നമ്മുടെ ബോഡി നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ടിങ്കിളും ഒരു ഫീല് വരും. അത് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം അതാണ് ശരിക്കും പറയും ഒരു ഈശ്വരാധീനം എന്ന് പറയുന്ന ഒരു കാര്യം പാട്ടുകാർക്ക് വേണ്ടത് അതാണ്. യു ക്യാൻ റിലേറ്റ് ടു ദ ഓഡിയൻസ്. കേൾക്കുന്ന ആൾക്കാരുമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിൽ കണക്റ്റഡ് ആവുന്നത് ഒരു വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പം സ്റ്റേജ് പെർഫോമൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അല്ലേ അഖില? ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ഏതായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഐ മീൻ പ്ലേസ് where you people respond. പൊതുവെ മലയാളികൾ ഒത്തിരി ഒന്ന് ബാക്കിലോട്ടാണ്, കൈ അടിച്ച് ബഹളം ഉണ്ടാക്കാൻ. ഇപ്പോഴത്തെ ക്രൗഡ് എങ്ങനെയാ മാറി. പണ്ടൊക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും. പണ്ട് കൈ അടിക്കാൻ പോലും ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് വേണമോ എന്നുള്ള മട്ടിലാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ മാറി. എന്നാലും ഇഷ്ടമുള്ള സ്റ്റേജ് ഏതായിരിക്കും പറയാൻ പറ്റുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ പോയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും എല്ലാ സ്ഥലത്തെയും ഓഡിയൻസ് മലയാളികൾ പ്രത്യേകിച്ചും ഇപ്പം കുറെ കൂടെ ഈ സ്റ്റേജസിൽ, കാരണം പുറത്തുള്ള സ്റ്റേജിൽ പാടുമ്പോൾ ആ ആൾക്കാർക്ക് മലയാളം പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു സംഭവം വരും അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേ അവരുടെ റെസ്പോൺസ് വ്യത്യാസം കാണില്ലേ?
എനിക്ക് തോന്നുന്നു അത് ഇപ്പം പക്ഷേ എല്ലാ പാട്ടുകളും എൻജോയ് ചെയ്യുന്ന എല്ലാ കാറ്റഗറിയിലുള്ള റിക്വസ്റ്റ് വരാറുണ്ടോ? ഇന്നത് പാടൂ എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അതിപ്പോ ഇപ്പൊ വളരെ യങ് ആയിട്ടുള്ള കുട്ടികളൊന്നും പ്രോഗ്രാം കാണാൻ വരാൻ എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മള് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് കാണാൻ വരാൻ താല്പര്യം വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പുതിയ ഒരു സംഗീതത്തിന് തന്നെ ഒരു വ്യത്യാസം വന്നില്ലേ? റാപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ. അതെ കാരണം ഞാൻ കുറേ ഇതിനു മുമ്പും മ്യൂസിക് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, മ്യൂസിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതാണ് സുവർണ്ണ ഗീതങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പാട്ടുമായിട്ട് കുറേ എന്താ പറയുക സിനിമ പാട്ടുകളുമായിട്ടും ബന്ധമുണ്ട് എനിക്ക്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കാണുന്നത് എന്താ പറയുമ്പോൾ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പാട്ടുകളുമായിട്ട്. അത് ഈ കാലത്തിന് ആവശ്യമായിരിക്കും. കാരണം അവർക്ക് എല്ലാവർക്കും ഇപ്പോഴും ഞാൻ കാണുന്നത് ഈ കുട്ടികളുടെ ഇപ്പം സ്റ്റാർ സിംഗർ ആയാലും ഐഡലായി ഇതൊക്കെ ആയാലും പാടുന്നത് മുഴുവൻ അവരുടെ അപ്പൂപ്പൻ ജനിച്ച കാലത്തുള്ള പാട്ടുകൾ. അതെന്താ വെച്ചാൽ മാർക്ക് കിട്ടാനും ജഡ്ജ് ചെയ്യാനും അങ്ങനത്തെ പാട്ടുകളല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ഞാൻ പറയുന്നത് ഇപ്പോൾ ഉള്ള കുറെ പുതിയ സംഗീത സംവിധായകര് എന്തുകൊണ്ട് അതുപോലത്തെ ഒരു എന്താ പറയുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാട്ടുകൾ വളരെ അപൂർവമായിട്ടാണ് കിട്ടുന്നത്? അതിന് റീസൺ പലതാണ്. ഇപ്പൊ പഴയ പോലത്തെ സിനിമയുടെ സ്വഭാവം തന്നെ മാറിയില്ല. അതെ നമ്മളുടെ കുട്ടിക്കാലത്ത് കണ്ട ഒരു കഥകളാണ് 2010 വരെ അല്ലെങ്കിൽ 2015 വരെ ഒരു കുടുംബം അല്ലെങ്കിൽ അച്ഛൻ അമ്മ മക്കള് അല്ലെങ്കിൽ കൺവേ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ, ബന്ധുക്കള്, ഒരു പ്രേമം സീൻ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നല്ല പാട്ടുകൾ അവിടെ ആവശ്യമാണ്. ആ ഒരു പ്രണയ രംഗം ഡെവലപ്പ് ചെയ്യാൻ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെയാണ് പാട്ടുകൾ. ഇപ്പൊ അതല്ല, സിറ്റുവേഷൻ മാറി, സിനിമയുടെ സ്വഭാവം മാറി, അതനുസരിച്ച് പാട്ടുകളുടെ രൂപവും ഭാവവും ഒക്കെ മാറിയല്ലോ. പക്ഷെ എന്ത് പറ്റുന്ന പറഞ്ഞാല് നമുക്ക് അത് ഞാൻ കാണുന്നത് ഈ പാട്ടുകളൊന്നും സ്റ്റേജിൽ കേൾക്കുന്നില്ല, കുഞ്ഞുങ്ങൾ പാടുന്നില്ല. അങ്ങനത്തെ അതൊരു നാളെ ഞാൻ ഉറപ്പിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. സിറ്റുവേഷന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോ സിനിമകളിൽ പാട്ട്. ഇപ്പൊ നല്ല പണ്ടും അതെ, പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് കുറച്ചൊരു എനിക്ക് പണ്ടത്തെ ചിന്തയുള്ള ആളാണല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ആ പാട്ടിനോട് നമ്മൾ ഇപ്പോഴും ക്രേവ് ചെയ്യുന്നുണ്ട്, നല്ല പാട്ടുകൾ കേൾക്കാൻ. അല്ല, അത് നമ്മളെ പോലെയുള്ളവർക്കും ആഗ്രഹമുണ്ട് പാട്ടുകൾ വരണം എന്നുള്ളത്. ഞങ്ങളിപ്പം ജോൺസൺ മാഷിന്റെ, രവീന്ദ്ര മാഷിന്റെ ഒക്കെ പാട്ട് അതൊക്കെ തന്നെ ഇപ്പോഴും സ്റ്റേജിൽ പാടുന്നത്. വിദ്യാസാഗർ സാറിന്റെ പാട്ടുകള്, എം ജയചന്ദ്രൻ ചേട്ടന്റെ പാട്ടുകൾ, അങ്ങനെ കുറെ പാട്ടുകളാണ് ഇപ്പോഴും സ്റ്റേജിൽ പാടാൻ പറ്റുന്ന പാട്ടുകൾ. അല്ലെങ്കിൽ പഴയ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ 70s-ലെയും 60s-ലെയും പാട്ടുകളാണ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ബാൻഡ് ആണെങ്കിൽ പോലും അത് റീക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു രൂപത്തില് പഴയ പാട്ടുകൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പുതിയ ജനറേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാ പുതിയ ആൾക്കാർ പുതിയ പാട്ടുകൾ ഉണ്ടാവാത്തതിന്റെ റീസൺ, അതായത് പണ്ടത്തെ പാട്ടുകൾ ഇത്രയും കാലം, ഈ കാലം എത്ര ഡെക്കേഡ്സ് കഴിഞ്ഞിട്ടും അത് നിലനിൽക്കുന്നു. ഇപ്പൊ എടുക്കുന്ന പാട്ടുകൾ നിലനിൽക്കോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത്. കാലത്തിന്റെ ആയിരിക്കും, കാലത്തിന്റെ ഇതായിരിക്കും. അപ്പൊ ഇപ്പം വന്ന് AI ആയി. ഇപ്പൊ സിംഗേഴ്സിന് പോലും ഞാൻ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു, അപ്പോഴറിയുന്ന AI ക്രിയേറ്റഡ് ആണ്. ആൻഡ് അമേസിംഗ് സോങ്സ്. അതാണ് രസം. അതിപ്പോ ആരോ ഈ അടുത്തൊരു കമന്റ് ബിജിപാൽ സാറ് ഒരാൾ പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു പെർഫെക്ഷൻ ഇംപെർഫെക്ഷൻ എന്നല്ലേ, പെർഫെക്ഷൻ ഇല്ലാത്തത് AIക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇംപെർഫെക്ഷൻ വരില്ല. അപ്പൊ അതാണ് വ്യത്യാസം. അത് നല്ല വ്യത്യാസമാണത്. AI എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. ഇത് അതാണ് അത് AIക്ക് ചെയ്യാം. നമ്മുടെ കാലത്തുള്ള ഒരു AI എന്ന് പറയുന്നത് ദാസാറായിരുന്നു അല്ലേ, ശരിക്കും പെർഫെക്ഷനിൽ പാടി വെക്കും, ചിത്രം വയ്ക്കും. പക്ഷെ ഒരു ഫ്ലോ അവരുടെ ഒന്നും ഇതിൽ കാണൂലല്ലോ. ഇന്ന് AI കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കുന്നത് അവര്. പാട്ട് ഭയങ്കര അമേസിങ് സോങ്സ്. ഞാൻ കുറച്ച് ഹിന്ദി പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും ഫീലിങ്ങോട് കൂടി പാടുന്നുണ്ടല്ലോ. പക്ഷെ ഈ പറയുന്നത് നിങ്ങൾക്കേ കാണുള്ളൂ, പാട്ടുകാർക്കാണ് ആ ഇത് മനസ്സിലാക്കാൻ പറ്റുക. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്ന അറിയാം ഇത്രയും പെർഫെക്ഷനിൽ പാടി വെക്കാൻ ആർക്ക് പറ്റുന്നു എന്നുള്ളത്. പിന്നെയാണ് നോക്കുമ്പോൾ AI ക്രിയേറ്റഡ് ലിറിക്സ് കേട്ടാലും മനസ്സിലാവും. അവൻ്റെ ഒരു മ്യൂസിക് ഒരു
എല്ലാം ഒരു പാറ്റേൺ ഉണ്ട്, ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ എവിടെയൊക്കെയോ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ആ ഇംപെർഫെക്ഷനിലുള്ള പെർഫെക്ഷൻ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പാടി നിർത്തുന്നുണ്ട്. ഇന്ന് ജനങ്ങൾക്ക് അത് മതിയായിരിക്കും അല്ലേ? അപ്പൊ അത് എത്രമാത്രം നിങ്ങളുടെ ഈ ഞാൻ പറയുന്ന പുതിയ പാട്ടുകാർക്ക് ഈ AI ക്രിയേറ്റഡ് സോങ്സ് എത്രമാത്രം അത് ഒരു ചലഞ്ച് ആവും? ചലഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ചലഞ്ച് ആയിരിക്കാം. കാരണം ഇപ്പൊ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മള് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മെയിൻ സ്ട്രീമിലുള്ള മ്യൂസീഷ്യൻസ് പലരും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു ക്രിയേറ്റിവിറ്റി അത് വലുതായിട്ട് ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഒരു ക്രിയേറ്റീവ് സൈഡ് കുറച്ച് പണ്ട് നമ്മൾ കവിത എഴുതിയിട്ട് വരികൾ എഴുതിയിട്ട് പിന്നെ ട്യൂൺ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ട്യൂണിനനുസരിച്ച് സലീൽ ചൗധരിയാണ് അത് അങ്ങനെ കൊണ്ടുവന്നത്. ട്യൂണ് പല സിനിമയിലുള്ള ഹിന്ദി ഫിലിംസിലൊക്കെ ഉള്ള ട്യൂണ് കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് ഇവിടെയുള്ള വരികൾ എഴുതിയിട്ടാണ് അങ്ങനെ ഒരു കാലഘട്ടം. ഇപ്പോൾ വന്ന് കംപ്ലീറ്റ്ലി ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തിട്ട് അതിന് പാട്ടായി. അതിനിപ്പോൾ വരികൾക്ക് പ്രാധാന്യം ഇല്ലാതായി. ഇപ്പൊ വന്ന് AI ആയപ്പോഴത്തേക്കും വരിയും അവര് ചെയ്യും, ട്യൂണും അവര് ചെയ്യും. അപ്പൊ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ചാലഞ്ച് അല്ലേ? അതിന് എത്രത്തോളം എന്താ പറയാ, ഒരു ക്രിയേറ്റിവിറ്റി കുറവായത് കൊണ്ടും എനിക്കറിയില്ല അതിനെക്കുറിച്ച് പറയാൻ. എന്നാലും ഒരാള് ശരിക്കും എഴുതി ഒരു പാട്ട് ട്യൂൺ ചെയ്ത് അതൊരു സിംഗർ പാടുന്ന ഒരു ഫീൽ എന്തായാലും ഒരിക്കലും വരില്ല. എന്തോ നമുക്കും തോന്നും. കാരണം ഞങ്ങളിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ പാടുന്ന പാട്ടാണ്, ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവം ഇങ്ങനെ ഒരു ഇതിലോട്ട് പോകാൻ പറ്റുമോ? അൺലെസ് അൺടിൽ ഇറ്റ് ഈസ് എ മെഷീൻ. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, അപ്പോഴാണ് AI ക്രിയേറ്റഡ്. അപ്പൊ എന്ത് പറ്റിയെന്നറിയാം, ആ ചാമ അവിടെ അങ്ങ് പോയി എന്നുള്ളത് സത്യം പറയാം. അതാണ് പാടിയെങ്കിലും ഇത് കണ്ടപ്പോ, കാരണം ഇത്രയും റേഞ്ചില് അങ്ങനെ പെർഫെക്ഷനിൽ എത്തൂല, ശ്വാസം അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റൂല, ഒരു മനുഷ്യനല്ലേ. ഞാനിങ്ങനെ വെറുതെ നോക്കിയപ്പോഴത്തേ അതെ. അപ്പൊ എന്താ പറ്റിയെന്നറിയാമോ, ഈ രണ്ടാമത് കേൾക്കുമ്പോൾ എനിക്ക് അതിനോടുള്ളൊരു ചാമ്പ് പോയി. ശരിക്കും ആസ് ഒരു ലേമാൻ ലെവലിലുള്ള കാര്യം ഞാൻ പറയാണ്. ഇത് ഇപ്പം കണ്ടിട്ട് ചിലർ ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, ജെന്യുയിൻലി സ്പീക്കിംഗ്. പാട്ടിൽ ഇപ്പം നമ്മൾ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അനുഭവം കുറച്ച് ഈ ഫോട്ടോസൊക്കെ നമ്മളിപ്പം AI ഫോട്ടോസാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ഏതൊരു ഫോട്ടോ ഇപ്പൊ പോസ്റ്റ് ചെയ്തപ്പോ എന്ന് റീഷെയർ ചെയ്തപ്പോ AI ആണോ എന്ന് ചോദിച്ചല്ലേ, അതെനിക്കും കിട്ടി. ഞാനൊരു ഫോട്ടോ എനിക്ക് അറിഞ്ഞൂടാ ചെയ്യാനും. നമ്മൾ ഒറിജിനൽ കണ്ടാൽ പോലെ വിശ്വാസിക്കാൻ അവസ്ഥയിലോട്ട് മാറി. സത്യം, ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു AI അല്ലെങ്കിൽ കൊള്ളാമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ AI എന്ന് നോക്കിയിട്ട് എനിക്ക് അതൊന്നും ചെയ്യാം, നമ്മളൊന്നും അത്ര ടെക്സ് ആവിയൊന്നുമല്ലല്ലോ. നമ്മുടെ ഈ ഫോട്ടോ കിട്ടും, വേണമെങ്കിൽ ഒന്ന് എന്താ പറയാ ലൈറ്റ് മാത്രം കൂട്ടാൻ അറിയാം, അതില് ഇതില് അത്ര മാത്രമേ അറിയാം, ബാക്കി കളർ കൂട്ടാൻ അറിയില്ല. അപ്പൊ ഇതിൽ ചെയ്യുന്ന കാര്യം അറിയാമെന്നല്ലാണ്ട് ഫോണില് കാണിക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നു, അല്ലാണ്ട് നമുക്ക് ഇത് അതിന്റെ ആ ഒരു പെർഫെക്ഷനിൽ കൊണ്ടുപോകാൻ ഈ റിങ്കിൾസിന്റെ ലൈൻ മാറ്റുക, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ചില ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പണ്ട് ഷെയർ ചെയ്ത ആ ഫോട്ടോ അയച്ചു കൊടുത്തത്, ഇതാണ് ഫോട്ടോ. അന്ന് AI ഒന്നും ഇല്ല. അതെ അതെ അതെ, AI ഒരു ചലഞ്ച് തന്നെയാണ് എല്ലാ ഫീൽഡിലും. വിശ്വാസമില്ലായ്മ. അതെ അതെ അതെ. പക്ഷെ അതൊരു രസമാണ് കേൾക്കാൻ കേട്ടോ. ഇറ്റ്സ് എ ബിഗ് കോംപ്ലിമെന്റ്. അന്നത്തെ ഫോട്ടോ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് എടുക്കാം അങ്ങനത്തെ കാര്യങ്ങൾ. ബാക്ക് ടു സോങ്സ്. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ വേരീഡ് സോങ്സ് നമ്മളിങ്ങനെ ലൈഫിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 80s ആയിരിക്കും നോട്ടീസ് ചെയ്ത് വന്ന് തുടങ്ങി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള നമ്മളിപ്പോൾ AI വരെ എത്തി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ ഫെർദർ എന്ന് പറയുന്നത് ഈ AIയിൽ ഇനി കാണിക്കാവുന്നതിൻ്റെ മാക്സിമം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. പിന്നെ അത് തിരിച്ച് ഒരു റിയലൈസേഷൻ വരണമെന്നാണ് സത്യം ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിചാരിക്കാറുണ്ട്. കുറച്ചു കാലം കേട്ടപ്പോഴത്തേക്കും, കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി ആ പഴയ ഗാനങ്ങൾ ഞാൻ വീണ്ടും എടുത്തിടാൻ തുടങ്ങി. ഈ AI ക്രിയേറ്റഡ് ആണോ എന്ന് ആദ്യം ഞാൻ നോക്കിയിട്ട് ഇല്ല എന്ന് കാണുമ്പോൾ, ഇല്ല എന്നുവെച്ചാൽ കാണില്ലല്ലോ, ആ പഴയ പാട്ടുകളുണ്ടല്ലോ, ഹിന്ദി ആയാലും മലയാളം, അതന്നെ വീണ്ടും AI ക്രിയേറ്റഡ് പാട്ടുകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും. അതിനെന്തോ ഒരു കളവിയെ പോളിഷ് ചെയ്തൊരു ഫീൽ വരും. അതല്ല ജനങ്ങൾക്ക് ആശ്വാസവുമായി ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി, the fastest growing chain pharmacy in India. Quality medicines through qualified hands.
ആ റസ്റ്റിക് ആയിട്ട് തന്നെ ആ ഒരു സുഖമുണ്ടല്ലോ. പഴയ ജാനകിയമ്മയുടെ പാട്ടായാലും സുശീലമ്മയുടെ പാട്ടൊക്കെ ആയാലും ആ ഒരു അവരുടെ ആ ഒരു ലൈനെ ഒന്നും ചെയ്യാതെ ഉള്ള ഒരു ഇതുണ്ടല്ലോ. ആ ഒരു ഇത് പ്രത്യേകിച്ചൊരു എന്താ പറയുക, ഒരു ഫീലാണ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നും പാട്ടുകാർക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പം ഒരു സമാധാനം സ്റ്റേജിൽ ലൈവ് എഐക്ക് പറ്റില്ലല്ലോ. അതെ 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 അതെ, ആ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങളെ പോലുള്ളവര്. സത്യം, തീർച്ചയായിട്ടും കേട്ടോ. ലൈവ് പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ പറയുന്നത് ലിപ് സിങ്ക് ചെയ്ത് പാടും എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കൽ 1-2 കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആക്ച്വലി സിംഗേഴ്സിന് തെറ്റ് പറ്റിയാൽ പോലും പാടുമ്പോൾ തെറ്റുമല്ലോ, മനുഷ്യനല്ലേ. എന്തെങ്കിലും ഒരു ഫ്ലോ വന്നാൽ പോലും അത് എന്തൊരു സുഖമാണെന്നറിയാമോ. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വന്ന് പാടൂലേ, കൊച്ചു കുട്ടികൾ വന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഒരാൾ കൈ അങ്ങോട്ട് എടുക്കും, ഒരാൾ കൈ ഇങ്ങോട്ട് എടുക്കും. ആ തെറ്റുണ്ടല്ലോ അവർ ചെയ്യുന്നത്, ഒരു ക്യൂട്ട്നെസ്. എന്ന മാതിരി തന്നെ ഈ പറയുന്ന സിംഗേഴ്സ് വന്നിട്ട് അവർക്ക് ആ പെർഫെക്ഷനിൽ പാടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇറ്റ് ഹാസ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ ഫീൽ. ശരിക്കും പറയാം, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇതിലവിടെ വരുന്നത്. പക്ഷേ പിന്നെ ഈ ചാനൽ പ്രോഗ്രാംസ്, വലിയ ഇവന്റ്സ്, അവാർഡ് നൈറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ മിസ്റ്റേക്സ് പോലും ടെലികാസ്റ്റിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യായിരിക്കും. അത് സാരമില്ല, അത് ഇറ്റ്സ് ഓക്കെ. അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ലോകം, പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനൊരിക്കലും ഒരു വാട്ടം വരരുത്. അത് ഒരു ശരിക്കും പറയാൻ നമ്മൾ ഒരുപാട് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കൊന്ന് അവരുടെയൊക്കെ മനസ്സിലും അത് കാണും. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ യങ്ങർ ജനറേഷൻ. അവർക്ക് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ശരിക്കും ഈ ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് തന്നൊരു അവസരം ഞാൻ ആദ്യം അവരോട് താങ്ക്സ് പറയണു. കാരണം സുവർണ ഗീതങ്ങൾ എന്നുള്ള ഞങ്ങളുടെ വളരെ എന്താ പറയുക, നമ്മൾ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടുള്ളൊരു പ്രോഗ്രാം ഇന്നിപ്പം അഖിലയായിട്ടിരുന്ന് അത് അയവിറക്കാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്. പറഞ്ഞു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ എന്താ പറയുക എടുത്ത് പറയാനും അഖിലയുടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രേക്ഷകർക്കും അത് സാധിച്ചു. പക്ഷേ ഇവിടെ കൊണ്ട് തീർന്നില്ല. കാരണം ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പിന്നെയും ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അത് ഇവിടെ കൊണ്ട് തീരാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണും. അപ്പോൾ നിങ്ങൾക്ക് പല പല നല്ല കാര്യങ്ങളും ഇനിയും മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ഓണക്കാലം ഇവിടെ തീരുന്നില്ല. സുവർണഗീതങ്ങളുടെ ഓണം ഇതാ തുടരുന്നു.